ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് മീനമാസം 23-ാം തീയതി, അതായത് 2017 ഏപ്രിൽ മാസം 6-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്. നക്ഷത്രം 41 നാഴിക ആയില്യവും ബാക്കി മകവുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. നമുക്ക് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചു തരികയും ഒപ്പം നമുക്ക് ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി അറിവുകൾ പകർന്നു തരികയും ചെയ്യുന്ന നമ്മുടെ ഗുരുനാഥൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം നമുക്ക് ഇന്ന് അദ്ദേഹം പറഞ്ഞു തരുന്നത് വിഷുഫലം എങ്ങനെയാണ് തുലാം രാശിക്കാർക്ക് അനുഭവവേദ്യമാവുക എന്നുള്ളതാണ്. അത് ഗുണകരമാണോ ദോഷകരമാണോ സമ്മിശ്രമാണോ, അങ്ങനെയാണ് എങ്കിൽ തന്നെ എന്തെല്ലാം പ്രശ്നവിധികളാണ് നമുക്ക് മുന്നിൽ കാത്തിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥനിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കാം. വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ. സ്വാഗതം ശർമാജി. നമസ്കാരം. അപ്പോൾ തുലാം രാശിക്കാരെ എങ്ങനെയാണ് വിഷുഫലം? തുലാം രാശി ചിത്തിര ഒടുവിൽ 30 നാഴികയും ചോതി നക്ഷത്രവും വിശാഖം മുക്കാലും അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഈ കഴിഞ്ഞ 7.5 വർഷമായി ഏഴര ശനിക്കാലം കഴിഞ്ഞതേയുള്ളൂ. ഏഴര ശനിക്കാലം എന്ന് പറഞ്ഞാൽ ഈ രാശിക്കാർക്ക് കഴിഞ്ഞ 7.5 വർഷമായി താമസിക്കുന്ന സ്ഥലം, ഭരിക്കുന്ന ജോലി, എടുക്കുന്ന തീരുമാനങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, സ്വർണ്ണാദികൾ, വസ്തുവകകൾ, അതുപോലെ തന്നെ തികഞ്ഞ ആരോഗ്യം, കൊടുക്കൽ വാങ്ങൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും മംഗളകാര്യങ്ങളിലും വസ്തുഗ്രഹ കാര്യങ്ങളിലും ഔദ്യോഗിക കാര്യങ്ങളിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് സംബന്ധമായ കാര്യങ്ങളിലും സ്വത്തുവക കാര്യങ്ങളിലും ഒക്കെ ശനി ബാധിച്ചിരിക്കുന്ന സമയമാണ്. എന്നാൽ കഴിഞ്ഞ ജനുവരി മാസം 26-ാം തീയതിയോടുകൂടി ആ ശനി മാറ്റം വന്ന് ശനി 3-ാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. 3-ാം ഭാവത്തിലേക്ക് ശനി മാറി എങ്കിലും കഴിഞ്ഞ 7.5 വർഷമായി ഉണ്ടായിരുന്ന ആ ദുഃഖാനുഭവങ്ങൾ, സാമ്പത്തിക ഞെരുക്കം, ആ കടബാധ്യതകൾ, അതുപോലെ തന്നെ തൊഴിൽപരമായ പ്രശ്നങ്ങൾ, രോഗാദി ദുരിതങ്ങൾ, നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന താമസിക്കുന്ന ഭവന സംബന്ധവും കുടുംബ സംബന്ധവും സ്വന്ത ബന്ധങ്ങളും ആയിട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ദാമ്പത്യാദി പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കേസ്, കോടതി, കച്ചേരി ഇത്യാദി പ്രശ്നങ്ങൾ, ഇവയ്ക്കെല്ലാം ഒരറുതി വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അവയിൽ നിന്നുള്ള മോചനം ലഭിക്കത്തക്ക ഗുണകരം ആയ സമയം ആയി വരുന്നതേ ഉള്ളൂ. ഈ രാശിക്കാർക്ക്, പ്രത്യേകിച്ച് ദമ്പതികൾക്ക് പരസ്പരം ശാരീരികപരമായ ക്ലേശാനുഭവങ്ങളും, കമിതാക്കളാണെങ്കിൽ പിരിയാനുള്ള സാധ്യതകളും, ദമ്പതികൾക്ക് ശാരീരിക മാനസിക സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും കുടുംബ ബന്ധങ്ങൾ തങ്ങളിലും ശിഥിലമാവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഉദ്യോഗാർത്ഥികൾ, താൽക്കാലിക നിയമനക്കാർ എന്നിവർക്ക് മുന്നോട്ട് വരും കാലം, പ്രത്യേകിച്ച് ഈ വർഷാവസാനത്തോടു കൂടി അവർക്ക് ജോലി സ്ഥിരത വരികയും ജോലിയിലിരിക്കുന്നവർക്ക് പ്രമോഷൻ സാധ്യതകൾ ഉണ്ടാവുകയും കടബാധ്യതകളിൽ മുങ്ങി 6-7 വർഷമായി ഉണ്ടായിരുന്നവർക്ക് കടം തീരാൻ വസ്തുവകകൾ വിറ്റോ മറ്റേതെങ്കിലും സാമ്പത്തിക ലബ്ധി ഉണ്ടായോ ഈ ബാധ്യതകൾ തീരാനുള്ള ഒരു യോഗവും അടുത്ത 2.5 വർഷത്തേക്കിനുണ്ട്. 3-ലെ ശനി മുടിചൂടി മടിയാതെ വാഴും എന്നാണ്. മുടിചൂടി വാഴുക എന്ന് പറഞ്ഞാൽ പേരും പ്രസിദ്ധിയും ധനവും അപ്രതീക്ഷിതമായി വന്നു ചേരാനുള്ള യോഗം. ഉദ്യോഗ സംബന്ധമായിട്ട്, പ്രത്യേകിച്ച് ഗവൺമെൻറ് സംബന്ധമായിട്ടോ അർദ്ധ ഗവൺമെൻറ് സംബന്ധമായിട്ടോ ഗവൺമെൻറ് ജോലിക്ക് തുല്യമായ മാനേജ്മെൻറ്റ് ജോലികൾക്കോ വൈദേശികപരമായ ജോലിയോ ലഭിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള യോഗം തെളിഞ്ഞു കിട്ടുന്നതാണ്. ഈ വർഷാവസാനത്തോടു കൂടി സാമ്പത്തിക പുഷ്ടിയും ഉദ്യോഗലബ്ധിയും ഉദ്യോഗത്തിൽ പ്രമോഷൻ കാക്ഷിക്കുന്നവർക്ക് അതിനുള്ള യോഗവും, മംഗല്യാദികൾ നടക്കാതെ വിഷമിച്ചിരുന്നവർക്ക് വിവാഹാദി മംഗളകർമ്മ സിദ്ധിക്കുള്ള യോഗങ്ങളും, യാത്രകൾക്ക്, അതായത് പ്രത്യേകിച്ച് വിദേശയാത്രാദികൾക്ക് ഭംഗം വന്നിരുന്നവർക്ക് അവരുടെ പേപ്പറുകളൊക്കെ ശരിയാവാനും, ഉദ്ദേശിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ തന്നെയും വേറൊരു സ്ഥലത്ത് വിദേശ ജോലി ശരിയാകുവാനും മാന്യമായ ശമ്പളങ്ങളൊക്കെ കിട്ടുവാനും ഒക്കെ ഉള്ള യോഗങ്ങൾ തെളിഞ്ഞു വരുന്നു.
അർഹതപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ വർഷാവസാനം മുതൽ അടുത്ത 2.5 വർഷം പൊതുവെ ഇത്തവണത്തെ വിഷുഫലം മുതൽ നന്നായി വരും എന്ന് കാണുന്നുണ്ട്. രോഗാദികളിൽ വലഞ്ഞവർക്ക് അതിനാശ്വാസവും പുതിയ ചികിത്സാ രീതികളും പഴയ രോഗങ്ങളൊക്കെ മാറി കിട്ടുവാനുള്ള യോഗങ്ങളും ഈ അവസരത്തിൽ കാണുന്നു. വിവാഹാദികൾ മുടങ്ങിക്കിടന്നവർക്കും വിവാഹം നടക്കാതിരുന്നവർക്കും നീട്ടിവെച്ചിരുന്നവർക്കും ഈ സമയം ഈ വർഷാവസാനം കൊണ്ട് വിവാഹം നടക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ലോൺ മുതലായതൊക്കെ പാസ്സാവാനുള്ള സാധ്യതകളുണ്ട്. ഗവൺമെൻറ് സംബന്ധമായ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട്. അതുപോലെ ക്രമസമാധാന നിയമപാലന നീതി കോടതി കച്ചേരി ഇപ്രകാരം ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾക്കൊക്കെ പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതൊക്കെ പാസ്സാവാൻ ഉള്ള യോഗവും ഉദ്യോഗത്തിനുള്ള ഓർഡറുകളുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ ശനിയാഴ്ച ദിവസങ്ങളിൽ നല്ല നല്ല ഫലങ്ങൾ കണ്ടു തുടങ്ങും. കഴിഞ്ഞ 6 വർഷമായി ഉണ്ടായിരുന്ന എല്ലാവിധ ദുഃഖാനുഭവങ്ങളിൽ നിന്നും മോചനമാണ്. മുടങ്ങിക്കിടന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാനുള്ള യോഗങ്ങളുണ്ട്. സുഖദുഃഖ സമ്മിശ്രത്താൽ ഗുണാധിക്യം കൂടി വരും. വർഷാവസാനം മുതൽ കഴിഞ്ഞ 7 വർഷമായി ഉണ്ടായിരുന്ന സകലവിധ ദുഃഖങ്ങളും ദാരിദ്ര്യങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ശത്രുതകളും കച്ചേരി കോടതി കയറ്റങ്ങളും അതുപോലെ ദാമ്പത്യ ബന്ധത്തിലുണ്ടായിരുന്ന കൈപ്പേറിയ അനുഭവങ്ങളും ഉദ്യോഗ സംബന്ധമായി ഉണ്ടായിരുന്ന കുഴപ്പങ്ങളും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും അവിവാഹിതർക്കും ഒക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി ശുഭപര്യവസാനിയായും മംഗളകരമായും അനുഭവിക്കേണ്ട നല്ല നല്ല ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്തുന്ന ഒരു വിഷുവൽ പുണ്യകാലമാണ് ഈ രാശിക്കാർക്ക് ഈ വർഷം മുതൽ ഉള്ളത്. 2.5 വർഷത്തേക്ക് തിരക്കേടില്ല. അത് പ്രത്യേകിച്ചും ഈ വർഷം ഏറ്റവും നന്നായിരിക്കും. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ സമീപിക്കാവുന്നതാണ്. പ്രശ്നപരിഹാര മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.